ഹായ് ഫ്രണ്ട്സ്, വിദ്യ ഫ്രം മിത്രം കളക്ഷൻ. മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത സ്ലിറ്റഡ് കുർത്തിയാട്ടോ. അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ 4 കളേഴ്സിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറാട്ടോ. നെക്ക് ഇതാ ഇതേപോലാണ്, റൗണ്ടും അല്ല വിയും അല്ല, ഈ ഒരു പാറ്റേണിലാണ് ഈ നെക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം കണ്ടോ, നെക്കിന് താഴെ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ട് ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എ ലൈൻ വേണമെങ്കിലും അംബ്രല വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് 3/4 വിത്തൗട്ട് ലൈനിങ്ങിലാണ്. വിത്ത് ലൈനിങ്ങിൽ വേണമെങ്കിലോ ഫുൾ സ്ലീവിൽ വേണമെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് വരുന്നത് ഓൺലി 399 ആണ്. എക്സ്ട്രാ സ്മോൾ ടു XXL ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ്. പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് 3 വീഡിയോ ആണ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാട്ടോ. ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ കാണിക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് ഈ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാട്ടോ. ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട്. ഇതാ കണ്ടോ, ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ബാക്ക് സൈഡ് ഇതുപോലാട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മെറൂൺ കളറാണ്. നമുക്കിനി ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം. ഇതാ ഇങ്ങനെയാട്ടോ വെയർ ചെയ്ത് വരുന്ന ലുക്ക് എന്ന് പറയുന്നത്. ഇതേപോലാണ് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് നല്ല സൂപ്പർ ഹെവി ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. 399 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതാ ഇതുപോലാണ് ഒരു വർക്കിന്റെ ക്ലോസർ വരുന്നത്. ഇതാ ഇതുപോലാട്ടോ, സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ്. പ്രൈസ് ഓൺലി 399, ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അടിപൊളി ഒരു ഹൽദി യെല്ലോ കളറാണ് കേട്ടോ. നല്ല അടിപൊളി യെല്ലോ കളറാണ്. ഇതേപോലാണ് ഇതിന്റെ ക്ലോസർ വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ്. ഓൺലി 399 പ്രൈസ് വരുന്നുള്ളൂ. ഈ യെല്ലോ കളറാണ് ഹൽദിക്ക് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. കാരണം അത്രയും ചെറിയ പ്രൈസിൽ അത്രയും ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ കളക്ഷൻ ഏറ്റവും ലോ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ്. വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി. അതുപോലെ ഇന്ന് നമ്മൾ 4 നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാവൂ. ഒരേ ഐറ്റത്തിന് നിങ്ങൾ 4 നമ്പറിലും എൻക്വയറി ചെയ്യില്ലേ. ഒരേ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് 4 നമ്പറിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. കൺഫ്യൂഷൻ ആവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ വരുന്നത് 1:30 മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക. അപ്പം നമുക്കിനി 1:30 കാണാം. താങ്ക് യു. മിത്രം കളക്ഷന്റെ മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫീസും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ 4 കളറോ 5 കളറോ 6 കളറോ അല്ലെ 1 കളറോ ആയിക്കോട്ടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ കളർ അല്ലാതെ ആ കളറുകൾ നിങ്ങളുടെ അവൈലബിൾ ആണ്. അപ്പം ആ കളറുകൾ അല്ലാതെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആ കുർത്തീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കാണിച്ചത്. നിങ്ങൾക്ക് സ്ലിറ്റഡ് ഇഷ്ടമില്ല, ഏലൈനാണ് ഇഷ്ടം, അല്ലെങ്കിൽ 3/4 സ്ലീവിൽ ഒരു കുർത്തിയാണ് കാണിച്ചത്, നിങ്ങൾക്ക് 3/4 വേണ്ട, ഫുൾ സ്ലീവ് മതി, അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് ഇല്ല, നിങ്ങൾക്ക് ലൈനിങ് വെച്ച് വേണം, അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 3XL കുർത്തി വരെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നതെങ്കിലും പ്ലസ് സൈസുകാർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 399 കുർത്തി ഒരു 5XLകാർക്കോ 4XLകാർക്കോ വേണമെങ്കിൽ ചെറിയ 100 രൂപ 200 അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ റെഡി സ്റ്റോക്കിലുള്ള അല്ല. റെഡി സ്റ്റോക്കിൽ നമ്മൾ കാണിക്കുന്ന നമ്മൾ അതിൽ പറയാറുണ്ട് ഇത് റെഡി സ്റ്റോക്കാണെന്ന് പറയാറുണ്ട്. അല്ലാതെ ഒന്നും തന്നെ നമ്മൾ റെഡി സ്റ്റോക്കിലല്ല ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് റെഡി സ്റ്റോക്കിലാകുമ്പോൾ നമ്മളിപ്പം ബൾക്ക് അടിച്ചു വയ്ക്കുന്നു, അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു, അപ്പം തന്നെ സെയിൽ ചെയ്യുന്നു. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം കൂടി അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത് ഇത്ര വർക്കിംഗ് ഡേയ്സ്, അത് ഓരോ വീഡിയോയിലും ഇത്ര വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞു പോകും. ഇനി അഥവാ ഏതെങ്കിലും വീഡിയോയിൽ ആ ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഒരു ഡേയ്സ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമ്പം എക്സിക്യൂട്ടീവിനോട് ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക. കാരണം റെഡി സ്റ്റോക്കിലല്ല നമ്മൾ കുർത്തീസ് ഒന്നും തന്നെ ചെയ്യുന്നത്. റെഡി സ്റ്റോക്കിൽ കുറച്ച് ഐറ്റംസ്, ഇപ്പോൾ ഫ്രോക്ക് ടൈപ്പ് നൈറ്റി അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ റെഡി സ്റ്റോക്ക്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, മീൻസ് പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. കാരണം പല സ്ഥലങ്ങളിൽ നമ്മളിവിടുത്തെ പാഴ്സൽ അയച്ചു, പല സ്ഥലങ്ങളിൽ ഇത് പോയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്, പല സ്ഥലങ്ങളിൽ എത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. അപ്പം നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ, ഇപ്പം ബീഡ്സ് പൊട്ടിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ഇല്ലാതെ വരുന്ന യാതൊരു കംപ്ലൈന്റും നമ്മൾ സ്വീകരിക്കുന്നതല്ല. തീർച്ചയായിട്ടും അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഷിപ്പിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ കൊറിയർ സർവീസ് മുഖാന്തരമൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, നമുക്കല്ല കസ്റ്റമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോസ്റ്റൽ ത്രൂ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ. അപ്പോൾ പോസ്റ്റലിന്റെ ഡേയ്സ് നിങ്ങൾക്കറിയാലോ, ഒരു 5 ദിവസം വരെ നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയച്ചാൽ 5 ദിവസം വരെ ഡിലേ ആകാറുണ്ട് പോസ്റ്റലിൽ കിട്ടാൻ. അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എല്ലാ കുർത്തീസിനും അല്ലെ എല്ലാ വീഡിയോസിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ല. ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗിലായിരിക്കില്ല കേട്ടോ. കാരണം ഏറ്റവും ലോ പ്രൈസിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രമാണ് മിത്രം കളക്ഷൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടാലി ആയി വരാൻ വേണ്ടി ചില ഐറ്റത്തിന് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ്. ഷിപ്പിംഗ് ചാർജ് വാങ്ങാത്ത ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും. കാരണം അത്രയും ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും. നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ ആയിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പർ നമ്മൾ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് തന്നെയല്ല, നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.